Good morning all. Welcome to today's English class. So in the last class we discussed, we studied, we enjoyed a poetry, that is The Owl and the Pussycat by Edward Lear. Have you read the poetry? Hope you all find out the answers for the textual questions also. നിങ്ങൾ പോയിട്രി ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കിയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ആ പോയിട്രി ഇഷ്ടപ്പെട്ടില്ലേ? ഇനി അതിന് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ? ടീച്ചേഴ്സ് വേർഷൻ ടീച്ചർ തന്നിരുന്നു, അത് നിങ്ങൾ എഴുതിയോ? ശരി. Now we can move to the activities. So take your textbook, open it, take page number 47, activity number 1. Activity number 1 is a poet makes use of repetition and made up words in the poem. Identify them. ടീച്ചർ പോയിട്രി എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, എഡ്വേർഡ് ലിയർ തന്നെ ഉണ്ടാക്കിയ ചില വാക്കുകൾ ഈ പോയിട്രിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചില വരികൾ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തതായും നമുക്ക് ഈ പോയിട്രിയിൽ കാണാം. അത്തരത്തിലുള്ള വരികളും എഡ്വേർഡ് ലിയർ ഉണ്ടാക്കിയ വാക്കുകളും എടുത്തെഴുതാനാണ് ഈ ആക്ടിവിറ്റി. എളുപ്പമാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു തോന്നുന്നു. അവിടെ ലൈൻസ് റിപ്പീറ്റഡ് ആദ്യത്തെ ബോക്സ് കാണാം, മെയ്ഡ് അപ്പ് വേർഡ്സ് രണ്ടാമത്തതും കാണാം. ലൈൻസ് റിപ്പീറ്റഡ് ആദ്യൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നു, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. അതുപോലെ വേറെ ഏതൊക്കെ വരികളാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? എല്ലാ സ്റ്റാൻസയുടെയും അവസാനത്തെ വരി റിപ്പീറ്റഡ് ആണ് അല്ലെ. സെക്കൻഡ് സ്റ്റാൻസയുടെ അവസാനത്തെ വരി എങ്ങനെയാണ്? വിത്ത് റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. അത് രണ്ട് തവണ വരുന്നുണ്ട്, അപ്പൊ അത് അവിടെ എഴുതാം. അതേപോലെ തേർഡ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈൻ, ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ആ വരിയും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഈ രണ്ട് വരികളും അതിനെ തൊട്ട് താഴെ നിങ്ങൾ എഴുതിയില്ലേ? ശരി. ഇനി മെയ്ഡ് അപ്പ് വേർഡ്സ്, അതായത് കോയിൻഡ് ബൈ ദ വേർഡ്സ് ദാറ്റ് ഈസ് കോയിൻഡ് ബൈ എഡ്വേർഡ് ലെയർ. എഡ്വേർഡ് ലെയർ ഉണ്ടാക്കിയ പദങ്ങൾ ഏതൊക്കെയാണ് ഈ പോയിട്രിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഒരെണ്ണം ബോങ് ട്രീ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ വേറൊരെണ്ണം ടീച്ചർ പറഞ്ഞിരുന്നല്ലോ, റിൻസിബിൾ സ്പൂൺ അല്ലെ. അപ്പൊ അത് പോയിട്രിയിൽ നിന്നും തെറ്റുകൂടാതെ റിൻസിബിൾ സ്പൂൺ എന്ന് എഴുതാം. ഒരു വാക്കും കൂടിയുണ്ട്, പിഗി വിഗ്. നമ്മുടെ ആ പിഗിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ പിഗി വിഗ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു വരിക്ക് ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും വിഗ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്യൂട്ടബിൾ വേർഡൊന്നും ഇല്ലാതെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത വാക്കാണ്. അപ്പൊ 3 കോയിൻഡ് വേർഡ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ബോങ് ട്രീ, റിൻസിബിൾ സ്പൂൺ, പിഗി വിഗ്. ഇത് 3 അപ്പുറത്തെ സൈഡും എഴുതിയോ? ശരി. നമുക്ക് ബി ആക്ടിവിറ്റിയിലേക്ക് പോവാം. സേ ദ വേർഡ്സ് ബോട്ട് ആൻഡ് നോട്ട്. ദേ ആർ റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സിനെ പറ്റി ടീച്ചർ അധികം പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാൻ അറിയില്ലേ? അപ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ സ്റ്റാൻസ 1 എന്ന് എഴുതാം. സ്റ്റാൻസ 1ലെ റൈമിംഗ് വേർഡുകൾ എഴുതാം. അതിനുശേഷം സ്റ്റാൻസ 2 എന്ന ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം സ്റ്റാൻസ 2ലെ റൈമിംഗ് വേർഡുകൾ അതിന് താഴെ എഴുതാം. അതിനുശേഷം സ്റ്റാൻസ 3 എഴുതാം. സ്റ്റാൻസ 3ലെ റൈമിംഗ് വേർഡുകൾ എഴുതാം. റൈമിംഗ് വേർഡുകൾ എഴുതാൻ അറിയാത്ത ആരുമില്ലല്ലോ. നമുക്കറിയാം റൈമിംഗ് വേർഡ്സിനെ നമ്മൾ എൻഡ് റൈമിംഗ് എന്ന് കൂടെ പറയും. അതായത് വരികള് അവസാനിക്കുന്ന വാക്കുകൾ. ഇവിടെ 2ാമത്തെയും 4ാമത്തെയും വരിയിലാണ് ഇത് കണ്ടിട്ടുള്ളത് അല്ലെ. വരികളുടെ അവസാനം വരുന്ന വാക്കുകൾ ഒരേ ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് റൈമിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ലേ, വരികളുടെ അവസാനല്ലേ നമ്മൾ എടുക്കാറ്? അതെ. ഇവിടെ നോക്കൂ, അവിടെ ഏതൊക്കെയാണ് ടീച്ചറുടെ ആൻസർ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻസ 1ല് എബവ് ലവ്, നിങ്ങൾ കണ്ടു? ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കൂ. അതുപോലെ വേറെ ഒന്നുകൂടി ഉണ്ട്, ഗിറ്റാർ ആർ. സ്റ്റാൻസ 1ലെ റൈമിംഗ് വേർഡുകളാണ്. സ്റ്റാൻസ 2ൽ ഏതൊക്കെയുണ്ട്? സിംഗ്, റിംഗ്, അതുപോലെ ഗ്രോസ്, നോസ്. കണ്ടില്ലേ? ഒരേ അക്ഷരമല്ല, ഒരേ ശബ്ദമാണ് നമ്മൾ നോക്കുക. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി വിൽ, ഹിൽ, ഇൽ ശബ്ദത്തിൽ അവസാനിക്കുന്ന 2 വാക്കുകൾ അല്ലെ, സ്റ്റാൻസ 3ലേതാണ്. അതുപോലെ ഒരു റൈമിംഗ് കൂടി ഉണ്ട്, സ്പൂൺ, മൂൺ എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന 2 വാക്കുകൾ സ്റ്റാൻസ 3ൽ. അപ്പൊ ഇതേപോലെ ഒന്നിൽ ബോക്സ് വരച്ച് എഴുതുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയോ ചെയ്യണം. തന്നെ എഴുതിക്കൊള്ളില്ലേ? നിങ്ങൾക്ക് എളുപ്പമല്ലേ, ചെയ്തൂടെ? ശരി. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റേണൽ റൈമിംഗ്.
റൈമിംഗ് വേർഡിൽ നമ്മൾ എവിടെ നിന്നാണ് വാക്കുകളെ പിക്ക് ഔട്ട് ചെയ്യാറുള്ളത്? വരിയുടെ വ്യത്യസ്ത വരികളുടെ അവസാന ഭാഗങ്ങളിൽ നിന്ന്, അല്ലേ? പക്ഷെ ഇന്റേണൽ റൈമിംഗ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ലൈൻ, വരിയുടെ ഉള്ളിൽ തന്നെ. മിക്കപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ള ഒരു ചോദ്യമാണ് റൈമിംഗ് വേർഡും ഇന്റേണൽ റൈമിംഗും തമ്മിൽ. അത് സ്ഥിരമായിട്ട് 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്, USSനും ചോദിക്കാറുണ്ട്. എപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവാം. റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, നമുക്കറിയാം എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്, അല്ലെ? റൈമിംഗ് വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് ടീച്ചർ പറയാറുണ്ട്. സാധാരണ പോയിട്രിയുടെ എല്ലാ വരികളുടെയും അവസാനത്തെ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക, ഒരുപോലെ അവസാനിക്കുന്നത് പെയറായിട്ട് എടുത്തെഴുതുക. അങ്ങനെയാണ് നമ്മൾ റൈമിംഗ് വേർഡുകൾ എടുത്തെഴുതുക. പക്ഷെ ഇന്റേണൽ റൈമിംഗ് എങ്ങനെയാണ്? ഇന്റേണൽ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇന്റേണൽ, ഉള്ളിൽ. ഒരു വരിയുടെ ഉള്ളിൽ തന്നെ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ വന്നാൽ അതിൽ ഇന്റേണൽ റൈമിംഗ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ശരി. അപ്പൊ ഇത് നമ്മൾ പെയറായിട്ട് ഇതേപോലെയല്ല എടുത്തെഴുതാറ്. ആ വരി എടുത്തെഴുതി ആ വാക്കുകളുടെ അടിയിൽ വരയ്ക്കുകയാണ് ചെയ്യാറ്. മനസ്സിലായോ? നമുക്ക് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്, നോക്കൂ. Let us be married, too long we have tarried. അവിടെ ഏതൊക്കെ വാക്കുകളാണ് ഒരു വരിയിൽ തന്നെ 2 വാക്കുകൾ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നതുണ്ടല്ലോ, ഒരുപോലെ വരുന്നത്? മാരീഡ്, ടാരീഡ്. ഡ ശബ്ദത്തിൽ അവസാനിക്കുന്നു. പക്ഷെ വ്യത്യസ്ത വരികളിലാണോ വന്നിട്ടുള്ളത്? അല്ല, ഒരു വരിയിൽ തന്നെ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന 2 വാക്കുകൾ വന്നിരിക്കുന്നു. അത് ഇന്റേണൽ റൈമിംഗിന് ഉദാഹരണമാണ്. എങ്ങനെയാണ് നമ്മളത് എടുത്ത് എഴുതുക? പരീക്ഷയ്ക്ക് വന്നാല് ആ വരി എടുത്തെഴുതി എന്നിട്ട് മാരീഡിന്റെയും ടാരീഡിന്റെയും അടിയിൽ വരയ്ക്കാം. മനസ്സിലായോ? അപ്പൊ കൂടുതൽ നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിച്ചാലോ? ശരി. ഇനി ഇതാ നോക്കൂ, ഇവിടെ നോക്കൂ. നമ്മുടെ 3rd സ്റ്റാൻസിലാണ് ടീച്ചർ ആദ്യം നോക്കുന്നത്. നമുക്ക് നോക്കാനുള്ള എളുപ്പത്തിലാണ്. And hand in hand on the edge of the sand. അവിടെ ഇന്റേണൽ റൈമിംഗ് ഉണ്ടോ? ആ ഒരു വരിയിൽ തന്നെ ഏത് 2 വാക്കുകളാണ് ഒരേ രീതിയിൽ അവസാനിക്കുന്നത്? ഹാൻഡും സാൻഡും. അത് 2 വാക്കുകളുടെയും അടിയിൽ വരച്ചോളൂ. ഹാൻഡും സാൻഡും ഒരേ വരിയിൽ തന്നെയാണ്. ഇന്റേണൽ റൈമിംഗിന് ഉദാഹരണമാണ്. റൈമിംഗിനല്ല കേട്ടോ, ഇന്റേണൽ റൈമിംഗിനാണ് ഉദാഹരണം. അതുപോലെ നോക്കൂ, ഒരു വരി കഴിഞ്ഞ് അതിന്റെ തൊട്ട് വരി മുകളില് they dined on mince and slices of quince. അവിടെ ഇന്റേണൽ റൈമിംഗ് ഉണ്ടോ? 2 വാക്കുകൾ ഒരേപോലെ ഉണ്ട്, അല്ലെ? ഏതൊക്കെയാണ്? മിൻസും ക്വിൻസും. സ എന്നുള്ള 2 ശബ്ദത്തിൽ അവസാനിക്കുന്ന 2 വാക്കുകൾ ഒരു വരിയിൽ തന്നെ വരുന്നു. അതും ഇന്റേണൽ റൈമിംഗിന് എക്സാമ്പിൾ ആണ്. പരീക്ഷയ്ക്ക് വന്നപ്പോ എങ്ങനെ എടുത്തെഴുതും? ആ വരി എടുത്തെഴുതി ക്വിൻസിന്റെയും മിൻസിന്റെയും അടിയിൽ വരയ്ക്കും. മനസ്സിലായോ? ഇനി ഉണ്ടോ നോക്കൂ. ഒരു വരിയുടെ തൊട്ട് മുകളിൽ വീണ്ടും so they took it away and were married next day. അവിടെ ഏതാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ? took it away, married next day. എ എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന 2 വാക്കുകൾ away, day. ആ 2 വാക്കുകളെയും അടിയിൽ വരച്ചോളൂ. അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു വരിയിലും ഉണ്ട് dear pig, are you willing to sell for 1 shilling? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെ? വില്ലിംഗ്, ഷില്ലിംഗ്. ആ 2 വാക്കുകളും റൈമിംഗ് ആണ്, ഒരു വരിയിൽ തന്നെ വരുന്നതാണ്. ഇന്റേണൽ റൈമിംഗിന് എക്സാമ്പിൾ ആണ്. ഇനി അപ്പുറത്തെ സ്റ്റാൻസിൽ ഉണ്ടോ നോക്കൂ. അവിടെ ഉണ്ട് and there in a wood a piggy book stood. വുഡും സ്റ്റുഡും ഒരു വരിയിൽ തന്നെയാണ്. ഇന്റേണൽ റൈമിംഗിന് എക്സാമ്പിൾ ആണ്. അതിന് മുകളിൽ വീണ്ടും അതാ വരുന്നു they sailed away for a year and a day. എവേയും ഡേയും വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിയിലും വരയ്ക്കാം. മാരീഡും ടാരീഡും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് തന്നിരുന്നതാണ്. ഒരു വരിയും കൂടി ഉണ്ടല്ലോ. they took some honey and plenty of money. ഹണി, മണി ഒരു വരിയിൽ തന്നെ വരുന്നതാണ്. ഇന്റേണൽ റൈമിംഗിന് എക്സാമ്പിൾ ആണ്. അപ്പൊ റൈമിംഗ് വേർഡ്സും ഇന്റേണൽ റൈമിംഗും നിങ്ങൾ തെറ്റിക്കില്ലല്ലോ. റൈമിംഗ് വേർഡ്സ് ഇതുപോലെ പെയർ ആയിട്ടാണ് എടുത്തെഴുതേണ്ടത്. ഇന്റേണൽ റൈമിംഗ് എഴുതുമ്പോൾ വരി എടുത്തെഴുതി റൈമിംഗ് വാക്കിന്റെ അടിയിൽ വരയ്ക്കാണ് വേണ്ടത്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ലൈൻ, റൈമിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് റൈമിംഗ്, വരികളുടെ അവസാനം വരുന്നത്. അപ്പൊ ഇനി തെറ്റിക്കില്ലല്ലോ. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ?
അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകൂടെ? ശരി. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് ആക്ടിവിറ്റി. Look at the following line from the poem The Wind by James Stephens. ജെയിംസ് സ്റ്റീഫൻസ് എഴുതിയ ഒരു വരി നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാം. The wind stood up and gave a shout. The wind stood up. ആരാണ് എഴുന്നേറ്റ് നിന്നത്? വിൻഡ്, കാറ്റ് എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് ഉച്ചത്തിൽ ഗർജിച്ചു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? വിൻഡിന് എഴുന്നേറ്റ് നിൽക്കാനും ഗർജിക്കാനും ഒക്കെ പറ്റുമോ? ഇല്ല. നമുക്ക് തൊട്ട് താഴെ വായിക്കാം. Can the wind stand up and give a shout? പറ്റുമോ? No. Here the poet gives a human quality to the wind. അല്ലേ? It is an example of, underline the word, personification. എന്താണ് personification? ആ വാക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടും. പേഴ്സോണിഫിക്കേഷൻ. പേഴ്സൺ അല്ല, വ്യക്തിയല്ലാത്ത ഒരു സാധനത്തിന് മനുഷ്യന്റെ സ്വഭാവം കൊടുക്കുക. ഇവിടെ ഉദാഹരണം തന്നെ നമുക്ക് മനസ്സിലാവും. വിൻഡ് എന്ന് പറയുന്നത് ഒരു നോൺ ഹ്യൂമൻ ഒബ്ജക്റ്റ് ആണ്, മനുഷ്യനല്ലാത്ത ഒരു വസ്തുവാണ് അല്ലെ. അതിന് മനുഷ്യന്റെ സ്വഭാവം അപ്ലൈ ചെയ്യണം. മനുഷ്യനാണ് എഴുന്നേറ്റ് നിൽക്കാനും ഗർജിക്കാനും ഒക്കെ സാധിക്കും അല്ലെ. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സോണിഫിക്കേഷൻ മീൻസ് ഇൻ എ പോയട്രി if the poet gives a human qualities to a non-human thing. മനുഷ്യ സ്വഭാവം മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിക്കോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. മനസ്സിലായോ? നമ്മുടെ പേഴ്സോണിഫിക്കേഷന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ ഔൾ ആൻഡ് ദ പുസിക്കാറ്റ്. അങ്ങനെ തോന്നുന്നില്ലേ? ഓളും പുസിക്കാറ്റും ഒരു ആനിമലും ഒരു ബേർഡുമാണ്. ഒരു ആനിമലും ബേർഡും ചെയ്യുന്ന കാര്യങ്ങളാണോ ഈ പോയട്രിയിൽ അവർ ചെയ്തിട്ടുള്ളത്? അല്ല. അവർക്ക് പോയിട്ട് ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് എക്സാമ്പിൾ പിക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാം? ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട് അല്ലേ. They dined on mince and slices of quince. ഒരു ഓളും ഒരു പുസിക്കാറ്റും എന്താ പറയാ ഫ്രൂട്ടും ഒക്കെ ഇരുന്ന് നന്നായിട്ട് ഡിന്നറൊക്കെ ഇരുന്ന് കഴിക്കുമോ? ഇല്ല. അത് ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ വില്ലിംഗ് ദ പിഗ് ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ 1 shilling. മനുഷ്യരാണ് വിലപേശൊക്കെ ചെയ്യുക. പൈസ ഉപയോഗിക്കുന്നത് തന്നെ മനുഷ്യരാണ് അല്ലെ. മൃഗങ്ങൾ പൈസ ഉപയോഗിക്കോ? ഇല്ല. അപ്പൊ ഇതിൽ ഏത് വരികൾ എടുത്താലും അത് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ പേഴ്സോണിഫിക്കേഷൻ മനസ്സിലായോ? അതായത് മനുഷ്യ സ്വഭാവം മനുഷ്യനല്ലാത്ത കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഉദാഹരണങ്ങൾ എടുത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? USSന് സാധാരണ ചോദിച്ചു കാണാറുണ്ട്. ഇതേവരെ 7ാം ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ഇനി ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി, ഇത് ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ലിമറിക്. നമ്മൾ പോയട്രി തുടങ്ങിയപ്പോൾ എഡ്വേർഡ് ലെയർ ലിമറിക്കുകൾ ഒരുപാട് എഴുതി എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു ഇല്ലേ? എന്താണ് ലിമറിക് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 3 ലിമറിക്. അവിടെ ഒരു ബോക്സിൽ ആദ്യം തന്നിരിക്കുന്നു, നമുക്കൊന്ന് വായിച്ചു നോക്കാം. Limerick is a funny poem that has 5 lines with a rhyming scheme AABBA. ലിമറിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ പ്രത്യേകത അതിന് 5 വരികളെ ഉണ്ടായിരിക്കും. എന്താണ് ലിമറിക്കിന്റെ ആദ്യത്തെ പ്രത്യേകത? അതിന് 5 വരികളെ ഉണ്ടായിരിക്കുള്ളൂ. അത് പിന്നെ മറ്റൊരു പ്രത്യേകത, അത് ഫണ്ണി പോയിട്രീസ് ആയിരിക്കും, തമാശ രൂപത്തിൽ എഴുതിയ പോയിട്രി ആയിരിക്കും. ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതിന്റെ റൈമിംഗ് സ്കീം AABBA ആയിരിക്കും. റൈമിംഗ് സ്കീം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. റൈമിംഗ് സ്കീം എഴുതാനും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 3 പ്രത്യേകതകളാണ് ലിമറിക്കിന് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന്, അതിന് 5 വരികളെ ഉണ്ടാവുള്ളൂ. അടുത്തത് അത് ഫണ്ണി പോയിട്രി ആയിരിക്കും. അടുത്തത് അതിന്റെ റൈമിംഗ് സ്കീം എന്തായിരിക്കും? AABBA. ഈ 3 ഗുണങ്ങളും കൂടി ഒത്തുചേർന്ന് വന്നാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലിമറിക് എന്ന് പറയാം. ശരി, അതിനൊരു എക്സാമ്പിൾ അതവിടെ തന്നിരിക്കുന്നു. There was an old man on a hill who seldom if ever stood still. He ran up and down in his grandmother's gown which adorned that old man on a hill. തന്റെ മുത്തശ്ശിയുടെ ഒരു ഗൗണും ഇട്ട് ഹില്ലിന്റെ മുകളിൽ ഓടിക്കളിക്കുന്ന ഒരു ഓൾഡ് മാനെ കുറിച്ചിട്ടുള്ളതാണ് ആ പോയിട്രി. ഒരു ഫണ്ണി പോയിട്രിയാണ്. അതിന് 5 വരികളേ ഉള്ളൂ. അതിന്റെ റൈമിംഗ് സ്കീം ഒന്ന് നോക്കൂ.
റൈമിംഗ് സ്കീം എങ്ങനെയാ നോക്കുക? അതിന് റൈമിംഗ് വേർഡുകൾ ആദ്യം അടയാളപ്പെടുത്തണം. റൈമിംഗ് വേർഡുകൾ ഏതൊക്കെയാണ് ഇതിലത്തെ? ഹിൽ, സ്റ്റിൽ, ഡൗൺ, ഗോ, അല്ലെ? അപ്പൊ ഹില്ലും സ്റ്റില്ലും ല എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന രണ്ട് വാക്കുകൾ. അപ്പൊ നമ്മൾ എന്ത് പേര് കൊടുത്തു? എ എന്ന് കൊടുത്തു. അടുത്തത് ല വെച്ച് തുടങ്ങുന്നതാണോ? അല്ല. ഡൗൺ, ഗൗൺ, ന ശബ്ദത്തിൽ അവസാനിക്കുന്നു. അപ്പൊ നമ്മൾ മറ്റൊരു പേര് കൊടുക്കുന്നു, ബി. അടുത്തതും ബി. നമുക്ക് എന്തൊക്കെ കിട്ടി? എ ബി ബി കിട്ടി. ഇനി നോക്കൂ, അടുത്തത് അവസാനത്തെ വാക്ക് ഏതാണ്? ഹിൽ. ല എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ നമ്മൾ ഓൾറെഡി പേരിട്ട് കഴിഞ്ഞു. എന്താണ് നമ്മൾ പേര് കൊടുത്തത്? എ എന്ന് പേര് കൊടുത്തിരുന്നു. അത് അഞ്ചാമത്തെ വരിക്ക് വീണ്ടും പേര് കൊടുക്കുന്നു. അപ്പോൾ ആ പോയിട്രിയുടെ റൈമിംഗ് സ്കീം എ ബി ബി എ. കിട്ടിയോ? അടുത്ത നിങ്ങൾ ഒന്നും കൂടി നോക്കാം. അടുത്ത പോയിട്രി കൂടി നമുക്ക് നോക്കാം. There once lived a boy called Joe who developed an enormous big toe. On its there sat a contented cat, a granny, a toad and a crow. ഒരു കുട്ടിയുടെ, അതായത് അതിന്റെ ടോ, തള്ളവിരൽ ഒരുപാട് വലുതായ ഒരു ആൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. അവന്റെ തള്ളവിരൽ ആരൊക്കെയാണ് ഇരുന്നിരുന്നത്? ഒരു കാറ്റ്, ഒരു ഗ്രാനി, ഒരു ക്രോ, ഇവരൊക്കെ അതിന്റെ മുകളിൽ ഇരുന്നിരുന്ന ഒരു ടോഡ്. അപ്പോ അതൊരു ഫണ്ണി പോയിട്രിയാണ്. 5 വരികളേ ഉള്ളൂ. റൈമിംഗ് സ്കീം നോക്കിയാലോ. ജോ, ടോ, ഓ അവസാനിക്കുന്നു. നമ്മൾ ആ ആദ്യം തന്നെ പേര് കൊടുക്കുന്നു. എ, രണ്ടാമത്തതും എ. അടുത്തത് സാറ്റ്, കാറ്റ്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുന്നു ബി ബി. അടുത്തത് ക്രോ, വീണ്ടും ഓ ശബ്ദത്തിൽ അവസാനിക്കുന്നു. ഓ ശബ്ദത്തിൽ അവസാനിക്കുന്ന നമ്മൾ ഓൾറെഡി പേരിട്ട് കഴിഞ്ഞു. ഏതായിരുന്നു അത്? എ. അപ്പൊ നമ്മൾ വീണ്ടും എ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ആ പോയിട്രി റൈമിംഗ് സ്കീം എന്തായി? എ ബി ബി എ. ടീച്ചർ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ്. റൈമിംഗ് സ്കീം ഏതാ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പോൾ ലിമറിക്ക് USS ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. ലിമറിക്കിന്റെ റൈമിംഗ് സ്കീം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ലിമറിക്കുള്ള പ്രത്യേകതകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നമുക്ക് ആവശ്യമാണ്. ഹയർ സ്റ്റാൻഡേർഡിലും നിങ്ങൾക്കിത് ആവശ്യമായിട്ട് വരും. ഇനി അതിൻ്റെ ഒരു ആക്ടിവിറ്റിയും കൂടെ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ പോയിട്രി അവസാനിക്കുകയാണ്. ഇവിടെ കുറച്ച് ലിമറിക്കുകൾ നിങ്ങളോട് സ്വന്തമായി ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ വരിയോട് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വരികൾ നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ആ 3 കണ്ടീഷൻ മറക്കണ്ട. ഫണ്ണി ആയിരിക്കണം, 5 വരികൾ ഉണ്ടാവാൻ പാടുള്ളൂ. റൈമിംഗ് സ്കീം എ ബി ബി എ. Hope you will complete the homework and hope you understood rhyming, internal rhyming, personification and limerick. So I am winding up today's class. So we can meet in our next class. Thank you.